കൂടാതെ അന്ന് രാത്രി തന്നെ ഐ സിയുവിൽ കിടക്കുമ്പോൾ ആ സഹോദരിക്ക് കാണാൻ സാധിച്ചു. ആ കിടക്കുന്ന ഐ സിയുവിൻ്റെ ഒരു കോണിൽ അമ്മ മാതാവിൻ സീസയിൽ ഇരിക്കുന്ന ഒരു അമ്മ മാതാവിനെ കാണാൻ സാധിക്കുകയും ആ അമ്മ മാതാവിൻ ആ ഗ്ലാസ് കൂട്ടിനകത്ത് ആ ചുവപ്പും ആഷ് കളറിലുമുള്ള ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അമ്മ മാതാവ് ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുകയുണ്ടായി. അതുകൂടാതെ ആ സിസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കുന്ന 2 നേഴ്സുമാരും ഡോക്ടറും എല്ലാം റോസ് കളറിലുള്ള ഡ്രസ്സ് ധരിച്ചാണ് നിൽക്കുന്നതെന്നും കാണാൻ സാധിച്ചു. എൻ്റെ പേര് സുനിതകുമാരി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് ജനുവരി 21, 2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ മകൾ ഗർഭിണിയായി 2 പ്രാവശ്യം കുഞ്ഞുങ്ങൾ നഷ്ടമായി. അതിനെ തുടർന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഹൈദരാബാദിലായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നതും ഞാനിവിടെ വരാനുണ്ടായ കാരണം. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1 മാസമായപ്പോൾ എൻ്റെ മകൾ ഗർഭിണിയാവുകയും അത് കഴിഞ്ഞ് 5 മാസമായപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് മകൾക്ക് ഉടമ്പടി തൈലവും ഇട്ട് പ്രാർത്ഥിക്കുകയും ഉപ്പും ഉടമ്പടി വസ്തുക്കളെല്ലാം നൽകി എൻ്റെ മകൾക്ക് നൽകുകയും ചെയ്തു. അതിൻ്റെ ഫലം അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വീണ്ടും വെയിറ്റ് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് എല്ലാ മാസവും വെയിറ്റ് കൂടി വരികയും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ കുഞ്ഞുങ്ങളെ നൽകുകയും ചെയ്തു അമ്മ മാതാവ്. അതുകൂടാതെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ വേണ്ടിയാണ്. മകൻ ഒരു വീടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ അവന് ഒരു ഭവനം നൽകി അവനെ അനുഗ്രഹിക്കണമേ എന്ന്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് അത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എൻ്റെ അമ്മ മാതാവും ഈശോയും. അതുകൂടാതെ എൻ്റെ മകൾ 13 വർഷമായി SLE പേഷ്യൻ്റായിരുന്നു. അവൾ മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നു അവളുടെ ജീവിതം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അവൾക്ക് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ നൽകുകയും അതിൻ്റെ ഫലമായി ഇപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ മകളുടെ റിസൾട്ട് നോക്കിയപ്പോൾ അവൾക്ക് SLE നെഗറ്റീവ് ആവുകയും ചെയ്തു. ഇതെല്ലാം എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹമാണ്. അത് ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഇടം എന്ന് പറയുന്നത് സത്യമാണെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൂടാതെ എൻ്റെ വീടിനടുത്തുള്ള ഒരു സഹോദരി ICUവിൽ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതേപോലെ ബിന്ദു എന്ന് പറയുന്ന ആ സഹോദരി സീരിയസായി ICUവിലാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, മാതാവേ ആ സഹോദരിക്ക് ഒരു ആപത്തും കൂടാതെ ആ സഹോദരിയെ കാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ നടയിൽ കൊണ്ടുവരാമെന്ന്. അതേപോലെ കഴിഞ്ഞ മാസം ആ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതുകൂടാതെ അന്ന് രാത്രി തന്നെ ICUവിൽ കിടക്കുമ്പോൾ ആ സഹോദരിക്ക് കാണാൻ സാധിച്ചു. ആ കിടക്കുന്ന ICUവിൻ്റെ ഒരു കോണിൽ അമ്മ മാതാവിൻ സീസയിൽ ഇരിക്കുന്ന ഒരു അമ്മ മാതാവിനെ കാണാൻ സാധിക്കുകയും ആ അമ്മ മാതാവിൻ ആ ഗ്ലാസ് കൂട്ടിനകത്ത് ആ ചുവപ്പും ആഷ് കളറിലുമുള്ള ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അമ്മ മാതാവ് ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുകയുണ്ടായി. അതുകൂടാതെ ആ സിസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കുന്ന 2 നേഴ്സുമാരും ഡോക്ടറും എല്ലാം റോസ് കളറിലുള്ള ഡ്രസ്സ് ധരിച്ചാണ് നിൽക്കുന്നതെന്നും കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞ് രാവിലെ ആ മകൾ ഉണർന്നു നോക്കുമ്പോൾ അവിടെ ആ കോണിൽ അമ്മ മാതാവ് ചില്ലിട്ട കൂട്ടിൽ ഇല്ല. അത് അമ്മ മാതാവ് അവൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ അവൾ ICUവിലാണെന്ന് അറിഞ്ഞ് അവിടെ ചെന്ന് അമ്മയുടെ ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ മുട്ടിപ്പായി അമ്മയെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, നിന്നെ അമ്മ മാതാവ് കൈവിടുകയില്ല,
നീ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അമ്മ മാതാവ് ആ മകളെ കാക്കുകയും പിറ്റേന്ന് തന്നെ ICUയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് 2-3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. 10 ദിവസത്തിനകം ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ നടയിൽ കൊണ്ടുവരികയും ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തു. ആ മകൾ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. അതുകൂടാതെ ഞാനിവിടെ വന്ന് എനിക്ക് വരാൻ പറ്റുന്ന മാസങ്ങളിലെല്ലാം ഞാനിവിടെ വരാറുണ്ട്. വന്ന് പത്രമെല്ലാം വാങ്ങിക്കൊണ്ടുപോയി ആശുപത്രികളിലും എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും അവിടെയെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഹൈദരാബാദിൽ താമസിക്കുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിലെല്ലാം കുറേ അമ്മമാരും അപ്പന്മാരും ഇരിക്കുമായിരുന്നു. അവർക്കെല്ലാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഊണെല്ലാം കൊണ്ടുപോയി കൊടുത്ത് അവരൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും പറ്റിയില്ല. ഞങ്ങളെ അത്രയ്ക്കും ഞങ്ങൾ അധപ്പതിച്ച് പോയ അവസ്ഥയിലാണ് മാതാവും ഈശോയും ഞങ്ങളെ കരം പിടിച്ച് ഇത്രത്തോളം ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നുണ്ട് എൻ്റെ മാതാവും എൻ്റെ ഈശോയും. എത്ര പറഞ്ഞാലും മതിയാവില്ല. പരിശുദ്ധ